തൻ്റെ ഡാഡിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞതും താൻ ജേക്കബിനെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ച് തിരികെ വിളിക്കാമെന്ന് അയാൾ ഉറപ്പ് നൽകി. കുറച്ച് കഴിഞ്ഞതും ആഡിസിൻ്റെ ഡാഡി തിരിച്ചു വിളിച്ചു. ഡേവിഡ് ജോൺ കുരിശിങ്കലിൻ്റെ വീടിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും അയച്ചു കൊടുത്തു. ഡേവിഡിനെ നേരിൽ പോയി കാണാൻ പറഞ്ഞ് അയാൾ കോൾ അവസാനിപ്പിച്ചു. അഡ്വക്കേറ്റ് ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനോ വിരാജിനെ കാണാനോ പറ്റില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാവാം തങ്ങൾക്ക് മുന്നിലുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് കരുതി ക്രിഷും ഫ്രണ്ട്സും അപ്പം തന്നെ ഡേവിഡ് ജോണിനെ കാണാൻ വേണ്ടി കുരിശിങ്കൽ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ആഡിസും ക്രിഷും അലോകും കുരിശിങ്കൽ വീടിന് മുന്നിലെത്തി. വണ്ടി ഗേറ്റിന് വെളിയിൽ ഒതുക്കി നിർത്തി സൈഡ് ഗേറ്റിൽ കൂടി അകത്തേക്ക് നടക്കുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഗാർഡനിലെ സിങ് ചെയറിൽ നിലയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഡേവിഡ്. നില അവൻ്റെ തല മസാജ് ചെയ്യുന്നുണ്ട്. ഡേവിഡിൻ്റെ നെഞ്ചിൽ കുഞ്ഞു നച്ചു സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. പപ്പയുടെ മേലെ ഇരുന്ന് മീശ പിടിച്ച് വലിക്കുന്ന നച്ചുവിന് ഇപ്പോൾ 2 വയസ്സാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് 3 പേരും അങ്ങോട്ട് വരുന്നത്. 3 പേരും മുഖത്തോട് മുഖം നോക്കി. ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? കോടതിയിൽ ഡെവിളാണെങ്കിൽ വീട്ടിൽ ഇയാളൊരു റൊമാൻറ്റിക് ഹീറോ ആണെന്ന് പറയുന്നത് കേട്ടിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത് മോശമല്ലേ? ഇനിയിപ്പോൾ അതെങ്ങാനും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കേസ് വേണ്ടെന്ന് വെക്കാനും മതി. ആളൊരു ചൂടനാണെന്ന് ഡാഡി പറയുന്നത് കേട്ടിട്ടുണ്ട്. ആഡിസ് 2 പേരോടായി പറഞ്ഞു. ചേട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ക്രിഷ് ആഡിസിനെ നോക്കി ചോദിച്ചു. വെയിറ്റ് ചെയ്യാം, ആഡിസ് പറഞ്ഞു. അവരുടെ റൊമാൻസ് ഇപ്പം കഴിയും എന്ന് കരുതി 3 അല്പം മാറി നിന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അതിനിടയിൽ ഒന്നുകൂടി അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ നിലയുടെ തല ബലമായി പിടിച്ചു താഴ്ത്തി നൈസായി ചുമ്മനൊപ്പിക്കുന്ന വക്കീൽ. ഫസ്റ്റ് നിലവിലെ സാഡ് സിറ്റുവേഷനും ഒപ്പം സിംഗിൾസുമായി അവർക്ക് അത് കാണാനുള്ള ത്രാണിയില്ലായിരുന്നു. പിന്നെ 2 കൽപ്പിച്ചു ഗേറ്റ് കടന്ന് 3 പുറത്തിറങ്ങി. ഒന്നുകൂടെ വണ്ടിയിൽ കയറി ഹോണടിച്ച് തങ്ങളുടെ വരവ് അറിയിച്ചു കൊടുത്തു. ഹോണടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഡേവിഡ് ഗേറ്റിനരികിലേക്ക് വരുന്നത്. റിമോട്ട് കൺട്രോളർ വഴി ഗേറ്റ് ഓപ്പൺ ചെയ്തതും കൃഷിൻ്റെ വണ്ടി ഗേറ്റിനകത്തേക്ക് പ്രവേശിച്ചു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന പിള്ളേരെ കണ്ടപ്പോഴേ ഡേവിഡിന് ആളെ പിടികിട്ടിയിരുന്നു. CSMലെ പിള്ളേരല്ലേ? ഡേവിഡ് അങ്ങോട്ട് ചോദിച്ചു. അതെ സർ, ഞാൻ ആഡിസ്, ജേക്കബ് അങ്കിളിൻ്റെ കസിൻ ബ്രദറിൻ്റെ മകനാണ്. ഇതെൻ്റെ ഫ്രണ്ട്സ് ക്രിഷ്, അലോക്. നിങ്ങൾ വരുന്ന കാര്യം പപ്പ വിളിച്ച് പറഞ്ഞിരുന്നു. തേജസ്വിനി മർഡർ കേസ് ഞാനും രാവിലെ ന്യൂസിൽ കണ്ടിരുന്നു. അല്പം കോംപ്ലിക്കേറ്റഡ് ആണല്ലോടോ. ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട പുള്ളി നിങ്ങളുടെ ഫ്രണ്ടാണല്ലേ? ഡേവിഡ് ചോദിച്ചു. അതെ സർ, ക്രിഷ് മറുപടി പറഞ്ഞു. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് കേസിനെ കുറിച്ച് വിശദമായി പഠിക്കണം. പിന്നെ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നതേ ACP എബി മാത്യു ആണ്. ആളെൻ്റെ സുഹൃത്താണ്. ഞാൻ ആളെ വിളിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ മരിച്ച പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് കേസ് ഇത്തിരി സ്ട്രോങ് ആണ്. തെളിവുകളൊക്കെയും നിങ്ങളുടെ കൂട്ടുകാരനെതിരാണ്. പെൺകുട്ടിയുടെ ഏതോ ഒരു ബന്ധു ഇത്തിരി പിടിപാടുള്ള ആളാണ്. അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യാനുസരണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എനിക്ക് ആദ്യം കേൾക്കേണ്ടത് നിങ്ങളുടെ ഭാഗമാണ്. അത് കേട്ടിട്ട് ബാക്കി തീരുമാനിക്കാം എന്നും പറഞ്ഞ് ഡേവിഡ് അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു. 4 പേരും കൂടി ഹാളിലെ സെറ്റിയിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും നച്ചുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. നിലാവേ, മോൾ എന്തിനാ കരയുന്നേ എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് നടക്കുന്ന ഡേവിയെ 3 പേരും നോക്കി. നിലാവോ? അതാരാ? അലോക് പതിയെ ചോദിച്ചു. അങ്ങേരുടെ വൈഫിൻ്റെ പേരാ, ആഡിസ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ കൊച്ചിൻ്റെ പേര് നക്ഷത്രം എന്നായിരിക്കും അല്ലേ? ക്രിഷ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. നക്ഷത്രമല്ല, നക്ഷത്ര. വെറും നക്ഷത്രമല്ല, ആഡിസ് പറഞ്ഞു തുടങ്ങി. ലക്ഷ്മി നക്ഷത്രം എന്നായിരിക്കും. ആഡിസ് പറഞ്ഞത് കേട്ട് ക്രിഷ് തമാശ രൂപേണ പറഞ്ഞു. അല്ല, ഇവ നക്ഷത്ര. 2 പേരും 2 മതത്തിൽപ്പെട്ടവരാ. വൈഫിൻ്റെ പേര് വെണ്ണില. അങ്ങേരെ സ്നേഹത്തോട് നിലാവെന്ന് വിളിക്കും. ഇവരുടെ ലവ് സ്റ്റോറി ഒന്നൊന്നര ലവ് സ്റ്റോറിയാണ്. ഡാഡിയുടെ തറവാട്ടിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ജേക്കബ് അങ്കിളിൻ്റെ കൂടെ ഈ വക്കീലും വൈഫും വന്നിരുന്നു. അപ്പം എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് തമ്മിൽ ഇവരുടെ സ്റ്റോറി പറയുന്നത് കേട്ടിരുന്നു. അവരുടെ കൂടെ ചുമ്മാ ഇരുന്ന് ഞാൻ മുഴുവൻ കഥ അങ്ങ് കേട്ടുപോയില്ലേ? ആഡിസ് വലിയ സംഭവം പോലെ അങ്ങ് പറഞ്ഞു. നിലാവും നക്ഷത്രവും. എങ്കിൽ പിന്നെ ഇയാളുടെ പേര് ഡേവിഡ് എന്ന് മാറ്റി സൂര്യനെന്നാക്കിയിരുന്നേലേ പൊളിച്ചേനെ, അലോക് പറഞ്ഞു. എങ്കിൽ കുരിശിങ്കൽ എന്ന വീടിൻ്റെ പേര് എടുത്തു കളഞ്ഞേ സ്കൈ വേൾഡ് എന്നാക്കിയാൽ അതിനേക്കാളും പൊളിച്ചേനെ, കൃഷും ഏറ്റുപിടിച്ചു. ഒന്ന് പതുക്കെ പറത്തേണ്ടികളെ. കുരിശിങ്കലിനെ തൊട്ട് കളിച്ചാലേ തൊട്ടവനെ കുരിശുകൊണ്ട് തളയ്ക്കുന്നവനാ പുള്ളിക്കാരൻ. അതുകൊണ്ട് വിഷയം മാറ്റി. ആഡിസ് 2നും ഒരു മുൻകരുതൽ നൽകി. അപ്പോഴേക്കും കുഞ്ഞിനെ എടുത്ത് ഡേവിഡ് അങ്ങോട്ട് വന്നു.
ഡേവിഡിൻ്റെ മടിയിലിരുന്ന് നച്ചു കുറുമ്പ് കാട്ടി. അതിനിടയിൽ നച്ചു അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് 3 ചേട്ടന്മാരുടെ അരികിലേക്ക് നടന്നു. ഇച്ചായ ഒന്നിങ്ങോട്ട് വരുമോ? നിലയുടെ വിളികേട്ട് ഡേവിഡ് അടുക്കളയിലോട്ട് നടന്നു. അന്നേരം 3 പേരും കൊച്ചിനെ മാറി മാറി എടുത്തു. അതിനിടയിൽ കൊച്ചിനെയും പിടിച്ച് സെൽഫി എടുത്തു. കൊച്ചാണെങ്കിൽ 1.5 പോസും. എന്തൊരു ക്യൂട്ടാണല്ലേ ഈ കൊച്ച്. പരസ്യത്തിലൊക്കെയും കാണാറില്ലേ, അതുപോലെ ഉണ്ടല്ലേ. കുഞ്ഞിൻ്റെ ഉണ്ടക്കവളിൽ തലോടിക്കൊണ്ട് ആഡിസ് പറഞ്ഞു. എടത്തേണ്ടി പതുക്കെ പറ, അവർ കേൾക്കും. കൊച്ചിനെ നിന്റെ കണ്ണ് തട്ടാതിരുന്നാൽ മതി, ക്രിഷ് അവനെ ശാസിച്ചു. എടത്തേണ്ടികളെ, നമ്മളിവിടെ കൊച്ചിനെ കളിപ്പിച്ചിരുന്നാൽ മതിയോ? അവിടെ ഒരുത്തൻ ജയിലിൽ അഴിയണ്ടുവാ. ഇതേ നമ്മളുടൻ അങ്ങോട്ട് ചെന്നില്ലല്ലേ, അവൻ നമ്മുടെ പേര് വെളിപ്പെടുത്താനും മതി. അലോക് ഒരു മുൻകരുതൽ എന്ന പോലെ പറഞ്ഞു. ഹേയ്, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, ക്രിഷ് ഉറപ്പിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ പോലീസുകാരവനെ ഇടിച്ച് കുറ്റം സമ്മതിപ്പിക്കുമോ എന്നാണ് എൻ്റെ ഒരു പേടി, ആഡിസാണ് പറഞ്ഞത്. അവനെ CMSൻ്റെ പയ്യനാ, അവനെ തൊട്ടാൽ പോലീസുകാർ വിവരം അറിയും. അവരത്ര പെട്ടെന്ന് അതുപോലുള്ള മണ്ടത്തരമൊന്നും ചെയ്യില്ല, ക്രിഷ് പറഞ്ഞു. അതിനിടയിൽ ഒരു ട്രേയിൽ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി ഡേവിയും മറ്റൊരു ട്രേയിൽ ഡെസേർട്ടും കൊണ്ട് നിലയും വന്നു. ഡേവിഡ് നിലയെ അവർക്ക് പരിചയപ്പെടുത്തി. നില അവർക്ക് പുഞ്ചിരി സമ്മാനിച്ചു കുഞ്ഞിനെ എടുത്ത് മുകളിലോട്ട് പോയപ്പോൾ ഡേവിഡ് അവരോട് കുടിക്കാനും കഴിക്കാനും പറഞ്ഞു. ശേഷം തേജയെ തങ്ങൾ പൊക്കിയതും അദീനയുടെ മരണം അടക്കം ഇന്നലത്തെ തൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടി വരെ ഡേവിഡിനോട് ക്രിഷ് തുറന്നു പറഞ്ഞു. 9 മണി വരെ വിരാജ് പാർട്ടിയിലുണ്ടായിരുന്നുവെന്നും പിന്നീട് അവർ 5 പേരും തൻ്റെ വീട്ടിലേക്കാണ് വന്നതെന്നും അന്ന് അവരെല്ലാവരും തൻ്റെ വീട്ടിലാണ് നേരം വെളുപ്പിച്ചതെന്നും ആഡിസ് പറഞ്ഞു. വിരാജും താനും ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നതെന്നും രാവിലെ താനാണ് അവനെ വിളിച്ചുണർത്തിയതെന്നും അലോകും പറഞ്ഞു. വിരാജിനെതിരെ വേറെ എന്തൊക്കെയാണ് തെളിവുകൾ അവർ നിർത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് അവനെ പുറത്തിറക്കാം. ഒരുപക്ഷെ ഇതിലൂടെ അദീനയുടെ മരണകാരണം കൂടി പുറത്തു വരാം. പിന്നെ തൻ്റെ വുഡ് ബി, എന്താ ആ കുട്ടിയുടെ പേര്, ആ കുട്ടി കൂടി ഈ കേസുമായി സഹകരിക്കേണ്ടി വരും, ഡേവിഡ് വ്യക്തമാക്കി. സർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. അവളുടെ പേര് ഇതിലേക്ക് വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിപ്പോൾ അദീനയേക്കാൾ വലുത് അവളാണ്. പ്ലീസ് സർ. ക്രിഷ് പറഞ്ഞത് കേട്ട് അലോക് ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് പോയി. പിന്നെ ക്രിഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവനും തോന്നി. ക്രിഷിൻ്റെ ആവശ്യം ഡേവിഡ് അംഗീകരിച്ചു. നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷൻ വരെ പോയി ആളെയൊന്ന് കണ്ട് സംസാരിക്കാം. നാളെ കോടതിയിൽ ഹാജരാക്കുള്ളൂ. നാളെ കേസ് കോടതിയിലെത്തിയാലേ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ, ഡേവിഡ് പറഞ്ഞു. വിരാജിൻ്റെ അച്ഛനെയും കൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. മുകളിൽ നിന്നും ശക്തമായ പ്രഷർ ഉള്ളതിനാൽ ജാമ്യം കിട്ടിയില്ല. എന്നാൽ അവൻ്റെ അച്ഛന് അവനെ കാണാനുള്ള അനുമതി കിട്ടി. അച്ഛനോടൊപ്പം കൃഷ്ണൻ ചെന്നിരുന്നു. തനിക്കൊന്നും അറിയില്ലെന്ന് വിരാജ് ഉറപ്പിച്ചു പറഞ്ഞു. അവളെ കൊന്നിട്ട് ശിക്ഷ അനുഭവിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന വിരാജ് അത്രയും പറഞ്ഞു നിർത്തി. തൻ്റെ അച്ഛനും അമ്മയ്ക്കും താൻ മാത്രമേ ഉള്ളൂ എന്നും അവരെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നും പറഞ്ഞ് വിരാജ് കൃഷിൻ്റെ കരം കവർന്നപ്പോൾ അവൻ്റെ ഉള്ളിലെ സങ്കടം കൃഷ്ണൻ മനസ്സിലാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട, നിന്നെപ്പോലെ ആവില്ലെങ്കിലും ഞങ്ങൾ 5 പേരും അച്ഛനെയും അമ്മയും തനിച്ചാക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, കൂടെ ഞങ്ങളുണ്ടെന്ന് കൃഷ് ഉറപ്പ് നൽകി. അത് കഴിഞ്ഞ് ഡേവിഡ് വിരാജുമായി കുറച്ചു നേരം സംസാരിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കോളേജ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് കൃഷ് തിരികെ വീട്ടിലെത്തിയത്. അപ്പോഴേക്കും രാത്രി 8 മണിയോട് അടുത്തിരുന്നു. കോളിംഗ് ബെൽ പ്രസ് ചെയ്തിട്ടും ഡോർ തുറക്കാത്തത് കണ്ടപ്പോഴാണ് അവൻ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ലായിരുന്നു. കൃഷിൻ്റെ ഉള്ളിൽ ആദ്യം നിറഞ്ഞു. താഴെ ചെന്ന് കോളിംഗ് ബെൽ പ്രസ് ചെയ്തപ്പോൾ അവരും ഡോർ തുറന്നില്ല. പോർച്ചിൽ അവരുടെ കാറും കാണാനില്ലായിരുന്നു. നന്ദു അവരുടെ കൂടെ എങ്ങോട്ടേലും പോയി കാണോ, കൃഷ് ചിന്തിച്ചു. തന്നോട് പറയാതെ അവൾ എവിടെയും പോവില്ല. പിന്നെ അവൾ ഇതെവിടെ പോയി? താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. കൃഷ് ആകെ ടെൻഷനിലായി. രണ്ടും കൽപ്പിച്ച് സണ്ണിച്ചായനെ വിളിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് തൻ്റെ ഫോണിലേക്ക് 20 മിനിറ്റ് മുമ്പ് വന്ന സണ്ണിച്ചായൻ്റെ കോൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൃഷ് അയാളെ തിരിച്ചു വിളിച്ചു. അന്നേരമാണ് നന്ദുവിന് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന കാര്യം അയാൾ പറയുന്നത്. അത് കേട്ടതും കൃഷിൻ്റെ പാതി ജീവനങ്ങ് പോയിരുന്നു. പേടിക്കാനൊന്നുമില്ല, തങ്ങൾ ഹോസ്പിറ്റലിൽ എത്താറായി എന്ന് പറഞ്ഞു അവർ കൃഷിനെ സമാധാനിപ്പിച്ചു. തങ്ങൾ മെഡിക്കെയർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് കൂടി അയാൾ വ്യക്തമാക്കി. അപ്പോഴേക്കും കൃഷിൻ്റെ കാർ ഗേറ്റിൽ കടന്നിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി കൃഷ് തൻ്റെ ഫോണും ചെവിയോട് അടുപ്പിച്ചു ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് നടന്നു. തങ്ങൾ കാഷ്വാലിറ്റിയിലുണ്ടെന്ന് സണ്ണിച്ചായൻ പറഞ്ഞത് പ്രകാരമാണ് കൃഷ് അങ്ങോട്ട് ചെല്ലുന്നത്. കാഷ്വാലിറ്റിയുടെ വെളിയിൽ സണ്ണി ഉണ്ടായിരുന്നു. നന്ദു അകത്തുണ്ടെന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ അവൻ കാറ്റുപോലെ അകത്ത് ചെന്നിരുന്നു. കയ്യിൽ ഡ്രിപ്പിട്ട് തളർച്ചയോടെ മയങ്ങി കിടക്കുന്ന നന്ദു. തൊട്ടരികിൽ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് കാതറിനുണ്ടായിരുന്നു. അവളുടെ വാടിത്തളർന്ന മുഖം കണ്ടതും കൃഷിൻ്റെ ഉള്ളമൊന്ന് പിഴഞ്ഞു.
കൃഷിനെ കണ്ടതും കാതറിൻ അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റു. ആ കൃഷ്, താൻ വന്നോ? താൻ നല്ല ആളാ. ഈ കുട്ടി ഒറ്റക്കാക്കി പോയത് പോട്ടെ, ലേറ്റാവുമെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? മുകളിൽ നിന്നും എന്തോ വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ചെന്നതാ. കൃഷ് തിരിച്ചു വരുന്നത് കണ്ടില്ലെന്ന് സണ്ണിച്ചായനും പറഞ്ഞു. കോളിംഗ് ബെൽ അടിച്ചിട്ടും തുറക്കാഞ്ഞപ്പോൾ ഞങ്ങൾ സ്പെയർ കീ വെച്ച് ഡോർ തുറന്നതാ. അപ്പോൾ ഈ കുട്ടി അടുക്കളയിൽ ബോധം മറിഞ്ഞ് കിടക്കുന്നുണ്ട്. തൊട്ടരികിൽ വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ പോയതാവാം. എത്ര വിളിച്ചിട്ടും വെള്ളം കുടഞ്ഞിട്ടും ബോധം വരാഞ്ഞപ്പോൾ മോളെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. ആൻറ്റി, എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? കൃഷി ടെൻഷൻ ആവുമെന്ന് വേണ്ട, BP ലോ ആയതാ. മോൾക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പീരീഡ്സ് ആകുമ്പോൾ നല്ല ബ്ലീഡിങ്ങും നല്ല പെയിനും ഉണ്ടാവാറുണ്ട്. രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, അതിൻ്റെ ക്ഷീണവും. കുറച്ച് ദിവസമായിട്ട് ശരിക്കും ഉറക്കമോ ഭക്ഷണമോ ഒന്നുമില്ലായിരുന്നു. ബോഡി ശരിക്കും വീക്കായി കിടക്കുക. അതിൻ്റെ കൂടെ താങ്ങാൻ പറ്റാത്ത എന്തോ ഒന്നുകൂടി കുട്ടിയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. എല്ലാം കൂടി ഈ കുഞ്ഞു ശരീരത്തിന് താങ്ങാൻ പറ്റില്ല. ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ മയക്ക. ഡ്രിപ്പ് കഴിഞ്ഞ് പൊയ്ക്കോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കാതറിൻ വ്യക്തമാക്കി. നിങ്ങൾ പൊയ്ക്കോളൂ ആൻറ്റി, ഞാൻ ഇത് കഴിഞ്ഞ് വന്നോളാം, കൃഷ് അവരെ സ്നേഹത്തോടെ പറഞ്ഞു വിട്ടു. അവരൊരുമിച്ച് പോവാന്ന് പറഞ്ഞതാണ്. അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അവർ പോയതും കൃഷ് നന്ദുവിൻ്റെ അരികിലായി ഒരു ചെയർ വലിച്ചിട്ടു അതിലിരുന്നു. ഇത്രയും നേരം അവളെക്കുറിച്ച് താൻ ഓർത്തില്ല എന്നത് അവനിൽ കുറ്റബോധം നിറച്ചു. അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. അവനെ കണ്ടതും അവൾ ചിരിക്കാൻ ശ്രമിച്ചു. സോറി, അവളുടെ ഇടത് കൈയെടുത്ത് ചുംബിച്ചുകൊണ്ട് അവൻ വേദനയോടെ പറഞ്ഞു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾ തൻ്റെ കൈ അവൻ്റെ മുടിക്കുള്ളിൽ കടത്തി തനിക്കൊന്നുമില്ലെന്ന പോലെ കാണിച്ചു. ഇപ്പോൾ വേദനയുണ്ടോ? അവളുടെ കവളിൽ തലോടിക്കൊണ്ടവൻ ചോദിച്ചു. ചെറിയ വേദനയുണ്ട്, അവൾ മറുപടി പറഞ്ഞു. വയ്യാത്തപ്പോൾ എന്നെ വിളിക്കായിരുന്നില്ലേ? ഇതിപ്പോഴുള്ളതാണ്. സഹിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിക്കും. എന്തോ ഇത്തവണ എൻ്റെ കയ്യിൽ ഒതുങ്ങിയില്ല. അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ആ പുഞ്ചിരിക്ക് അത്ര വോൾട്ടേജ് പോരെന്ന് അവന് തോന്നി. നീ ഇക്കാര്യൊന്നും നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? നിൻ്റെ ഉമ്മയൊന്നും ഇവിടെ ചിലവാകത്തില്ല. അത്രയ്ക്കും വേദനയാ. നിനക്കിതിനെപ്പറ്റി വല്ല അറിവൊന്നുമില്ലെന്നേ എനിക്ക് നേരത്തെ ബോധ്യമായതാണ്. അവൾ പറയുന്നത് ശരിയാണെന്ന് അവനും തോന്നി. അവൾ തന്നെ കെയർ ചെയ്യുന്നത് പോലെ ഒരിക്കലും താൻ അവളെ കെയർ ചെയ്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, കൃഷ് ചിന്തിച്ചു. ഡ്രിപ്പ് കഴിഞ്ഞതും അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അതിനിടയിൽ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെയും അവൻ അവളോട് കൂടി പറഞ്ഞു. നന്ദുവിനെ വണ്ടിയിലിരുത്തി അവൻ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നു. വീണ്ടും ഇരുവരും യാത്ര തുടർന്നു. കൃഷ്, ഇതേതായി കുട്ടി? എന്തൊക്കെയോ ആലോചിച്ചു ഡ്രൈവ് ചെയ്യുന്ന കൃഷിനെ അവളൊന്ന് നോക്കി. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നന്ദു അവൻ്റെ ഫോണിലുള്ള നച്ചുവിൻ്റെ ഫോട്ടോ കാട്ടിക്കൊണ്ട് ചോദിച്ചു. അത് നമ്മുടെ വക്കീലിൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാ. ആ കൊച്ച് ഞങ്ങളുടെ മടിയിൽ കയറിയിരുന്നു പെട്ടെന്ന് കമ്പനിയായി. എന്തൊരു ക്യൂട്ടല്ലേ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്കതുപോലൊരു സുന്ദരി മോളെ തന്നേക്കണം കേട്ടോ. അത്ര പെട്ടെന്നൊരു കൊച്ചോ? എനിക്ക് വട്ടാണോ കൃഷ്? നന്ദ, നമ്മുടെ മോള് വലുതായി ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ എന്നെ കണ്ടിട്ട് എല്ലാവരും പറയണം സന്തൂർ ഡാഡി എന്ന്. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും സന്തൂർ ഗ്രാൻഡ് ആവാനേ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് അമ്മ അടിവരയിട്ട് സൂചിപ്പിച്ചിരുന്നു എന്ന് മാത്രം. കൃഷ് കുറുമ്പോടെ പറയുന്നത് കേട്ട് നന്ദുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇൻഡയറക്റ്റ് വേ കൂടി നിനക്ക് വാണിംഗ് തന്നതാ. പിന്നെ അതൊന്നുമല്ല, അമ്മ ശരിക്കും ആഗ്രഹം പറഞ്ഞതാ. ശരി, സമ്മതിച്ചു. ഇപ്പോൾ സന്തൂർ ഡാഡി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നോക്ക്. അതും പറഞ്ഞ് നന്ദു സീറ്റിൽ കണ്ണടച്ച് കിടന്നു. പിന്നീട് ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അവളുടെ മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടി അവൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞതായിരുന്നു. തനുവിനെക്കുറിച്ച് ഓർത്ത് അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് അവന് നേരത്തെ മനസ്സിലായതാണ്. കേസിൻ്റെ ഭാഗമായി കോടതിയിൽ ഓരോന്ന് തുറന്ന് പറയുമ്പോൾ തനിക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നറിഞ്ഞാൽ തനു എന്നെ വെറുക്കുമായിരിക്കും അല്ലേ കൃഷ്? ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് അവസാനമായി നന്ദുവും തേജയും ഒരുമിച്ച് പോകുന്നത് കണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ ആരോ പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് അലോക് വിളിച്ച് പറഞ്ഞിരുന്നു. അക്കാര്യം നന്ദിയോട് തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിലും കേസിൻ്റെ ഭാഗമായി അവളും കൂടി കോടതിയിൽ വരേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നന്ദു തന്നോട് ചോദിച്ചത് കൃഷ് ഓർത്തുപോയി. വീട്ടിലേക്ക് എത്തിയതറിഞ്ഞ നന്ദു കണ്ണു തുറന്ന് എഴുന്നേൽക്കാനൊരുങ്ങി. അന്നേരം അവൻ അവളെ കൈകളിലെടുത്ത് സ്റ്റെപ്പ് കയറി. ഡോർ തുറന്നകത്ത് കയറി അവൾ ഹാളിലെ സെറ്റിയിലെത്തി വീണ്ടും താഴേക്ക് നടന്നു. കാറിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് തിരികെ മുകളിലോട്ട് നടന്നു. അസ്വസ്ഥതയോടെ സെറ്റിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന നന്ദുവിനെ വീണ്ടും കൈകളിലെടുത്ത് അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ അവളെ ബെഡിൽ കിടത്തിയപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ബെഡ് നോക്കി. ബെഡിൽ വിരിച്ച ഷീറ്റ് നോക്കി ആശ്വസിക്കുന്നത് കണ്ടപ്പോൾ അവന് കാര്യം പിടികിട്ടി. എന്താ കൃഷിത്? എനിക്ക് ഫ്രഷ് ആവണം, നീ ഒന്ന് മാറിക്കേ, ഞാൻ
മുറിയിലോട്ട് പോട്ടെ. നന്ദ, എന്താ നീ ഇങ്ങനെ? ഇവിടെയും വാഷ്റൂം ഉണ്ടല്ലോ, ഇവിടെ പോയാൽ മതി. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ എത്തിച്ചോളാം. വേണ്ട കൃഷ്, ഞാൻ എൻ്റെ മുറിയിൽ പോയി ഫ്രഷ് ആയിക്കോളാം. പ്ലീസ്, ഇക്കാര്യത്തിൽ നീ എന്നെ നിർബന്ധിക്കരുത്. ഞാനാകെ മുഷിഞ്ഞിരിക്കുക. അത്രയും പറഞ്ഞ് അവൾ മുറിവിട്ടിറങ്ങിയപ്പോൾ അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൾ പോയി കഴിഞ്ഞതും വാഷ്റൂമിൽ ചെന്ന് മുഖം കഴുകാൻ നേരാണ് തൻ്റെ ഷർട്ടിൽ പറ്റിയ രക്തക്കറ അവൻ കാണുന്നത്. അവളത് കണ്ടു കാണില്ല. ഇല്ലേ ഷർട്ട് ഊരിക്കൊണ്ട് അപ്പം തന്നെ ഓടിപ്പോയനെ. അതും മനസ്സിൽ പറഞ്ഞ കൃഷ് ഷർട്ട് ഊരി മാറ്റി ബക്കറ്റിലിട്ട് വെള്ളവും വാഷിംഗ് പൗഡറും ചേർത്ത് കുതിർത്ത് വെച്ചു. താൻ വാങ്ങിച്ച സാനിറ്ററി പാഡിൻ്റെ പാക്കറ്റ് അവളുടെ മുറിയിൽ വെച്ച് അവൻ തിരികെ നടന്നു. അവളുടെ കുളി കഴിയുന്നതിന് മുൻപേ അവൻ്റെ കുളിയും കഴിഞ്ഞിരുന്നു. അവൾക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തനിക്കും വേണ്ടെന്ന് കരുതി ഫ്രൂട്ട്സിൽ ഒതുക്കാന്ന് വെച്ചു. നന്ദു കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ വെച്ച സാനിറ്ററി പാഡിൻ്റെ വലിയ പാക്കറ്റ് കണ്ട് ഇവൻ ഇത് എപ്പോൾ വാങ്ങി എന്നവൾ ചിന്തിച്ചു. അതിനിടയിൽ കൃഷ് കട്ട് ചെയ്ത ഫ്രൂട്ട്സും ഒപ്പം ഇളനീർ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊണ്ടുവരുന്നത് കൂടി കണ്ടതോടെ ഇവൻ ഇന്ന് തന്നെ കെയറിംഗ് പാർട്ട്ണർ എന്ന പദവി അടിച്ചെടുക്കാനുള്ള പുറപ്പാടാണോ എന്ന് വരെ അവൾ ചിന്തിച്ചു. അവളെ ബെഡിൽ പിടിച്ചിരുത്തി ഇളനീർ നിർബന്ധിച്ച് കുടിപ്പിച്ചു. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഓരോന്നായി അവളുടെ വായിൽ വെച്ച് കൊടുത്ത് കഴിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ താൻ കഴിച്ചോളാം എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങിച്ചു. അന്നേരം അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് മസാജ് ചെയ്യാൻ തുടങ്ങിയതും അവൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു. നന്ദ, ആ ചൂടുവെള്ളം നിറക്കുന്ന ആ ബാഗ് എവിടെ? ഹോട്ട് വാട്ടർ ബാഗോ? അത് തന്നെ. അതിങ്ങ് താനെന്താ, ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവരാം, കൃഷ് പറഞ്ഞു. അതല്ലേ നീ മുൻപൊരിക്കൽ എന്നോടുള്ള വാശിക്ക് സേഫ്റ്റി പിൻ വെച്ച് പൊട്ടിച്ച് കളിച്ചത്? നീ എന്താ കരുതിയത് അത് വാട്ടർ ബലൂണാണെന്നോ? അല്ല, സാറിനപ്പോൾ ഹോട്ട് ബാഗിൻ്റെ ഉപയോഗം അറിയും അല്ലേ? നേരത്തെ അറിയില്ലായിരുന്നു, ഇപ്പോൾ യൂട്യൂബ് മാമനെ പറഞ്ഞു തന്നതാ. അവൻ്റെ ആ പറച്ചിൽ കേട്ട് അവൾ ചിരി കടിച്ചു പിടിച്ചു നിന്നു. എൻ്റെ കൃഷ്, നിൻ്റെ കെയറിങ് അല്പം കൂടിപ്പോയെന്നൊരു സംശയം. ഒരുമിച്ച് ഇങ്ങനെ കെയർ ചെയ്തെന്നെ വെറുപ്പിക്കാതെ നീ പോയി കിടന്നുറങ്ങ്, എനിക്ക് ഉറക്കം വരുന്നു. അവൻ്റെ വായിലേക്ക് ആപ്പിളിൻ്റെ പീസ് വെച്ച് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവനാണെങ്കിൽ അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു. ക്ഷീണം കൊണ്ടാവാം അവൾ അതുപോലെ അങ്ങ് ഉറങ്ങിപ്പോയിരുന്നു. അവൾ ഉറങ്ങിയെന്ന് കണ്ടതും അവൻ തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. അവളുടെ അരികിൽ കയറി കിടന്നു. അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. അവളുടെ തലയെടുത്ത് തൻ്റെ കൈക്ക് മേലെയായി എടുത്തു വെച്ചു. അവളെ തന്നോടടുപ്പിച്ചു. അവളെ നോക്കി അങ്ങനെ കിടന്നു. ഈ കേസിൽ നന്ദുവിൻ്റെ പേര് വലിച്ചിടാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇതിപ്പോൾ സാഹചര്യം എതിരായ സ്ഥിതിക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോയേ പറ്റൂ. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൾ ഒരിക്കലും ഒരു നിയമത്തിനും താൻ വിട്ടുകൊടുക്കില്ലെന്ന് കൃഷ് മനസ്സിൽ ഉറപ്പിച്ചു. ഒടുവിൽ എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിട്ടാണ് നന്ദു രാവിലെ എഴുന്നേൽക്കുന്നത്. തന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന കൃഷിനെ തന്നിൽ നിന്നും അടർത്ത് മാറ്റി ഒരുവിധം എഴുന്നേറ്റപ്പോഴാണ് അവനിട്ടിരിക്കുന്ന ഗ്രേ കളർ ട്രാക്ക് പാൻറ്റിൽ അങ്ങിങ്ങായി ചുവപ്പ് പടർന്നിരിക്കുന്നത് അവൾ കാണുന്നത്. ഷർട്ടിടാതെ വെറും ട്രാക്ക് പാൻറ്റ് മാത്രമേ അവൻ ധരിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ അവളുടെ ഡ്രസ്സിൻ്റെ മുൻവശവും രക്തക്കറ പടർന്നിട്ടുണ്ട്. അവൻ്റെ മേലേക്ക് പറ്റിച്ചേർന്ന് കമഴ്ന്നു കിടന്നതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ദൈവമേ, ഇവനെ കൊണ്ട് തോറ്റു. ഇതുകൊണ്ടാണ് താൻ അവൻ്റെ മുറി കിടക്കാഞ്ഞത്. ഇപ്പോൾ കണ്ട അവന് പീരീഡ്സ് ആയെന്ന് തോന്നും. ഇനി എന്ത് ചെയ്യും? അവനിതെങ്ങാനും കണ്ട ആകെ നാണക്കേടാവും. അതുമല്ല, അവനിത് കണ്ട അറപ്പ് തോന്നിയാലോ എന്നൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടി. ഇതുകൊണ്ടല്ലേ താൻ ഒഴിഞ്ഞു മാറിയത്? പിന്നെ എന്തിനാ എൻ്റെ അരികെ വന്ന് കിടന്നേ? നന്ദുവിന് ഒരു നിമിഷം അവനോട് ദേഷ്യം തോന്നിപ്പോയി. അവൾ പെട്ടെന്ന് വാഷ്റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി ഫ്രഷായി വന്നു. ശേഷം അവനിലേക്ക് നോട്ടം പായിച്ചു. അവൻ നല്ല ഉറക്കാണല്ലോ, ടവൽ ചുറ്റിക്കൊടുത്ത് പാൻറ് ഊരിയാലോ എന്നും മനസ്സിൽ കരുതി തൻ്റെ ടവലെടുത്ത് ഒരുവിധം അവൻ്റെ മുൻവശം കവർ ചെയ്തു. പിൻവശം അവൻ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി ഒഴിവാക്കി. പാൻറ്റിൻ്റെ അരയിലെ വള്ളി അഴിച്ചു ലൂസാക്കി പാൻറ്റിൻ്റെ താഴ്ഭാഗം പിടിച്ചു പതിയെ പാൻറ് വലിച്ചെടുക്കാൻ തുടങ്ങി. അവൻ ഉണരാതിരിക്കാൻ അവൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. മുട്ടുവരെ ഊരിപ്പോന്നതായിരുന്നു. അപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത്. തൻ്റെ കാലിൻ്റെ ഭാഗത്ത് ബെഡിൽ മുട്ടുകുത്തി നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അവൻ ഉറക്കച്ചടവോടെ തല ചരിച്ച് മൊത്തത്തിലൊന്ന് നോക്കി. അന്നേരാണ് അവളുടെ പ്രവൃത്തി അവൻ ശ്രദ്ധിക്കുന്നത്. തൻ്റെ മുട്ടിന് മീതെ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി അവൻ ടവലിന് മേലെ കൈ അമർത്തി വെച്ച് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റതും അവൾ പെട്ടെന്ന് അവൻ്റെ പാൻറ് മുഴുവനായി ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. എൻ്റെ ദൈവമേ, ഇവളിതെന്ത് തേങ്ങി കാണിക്കുന്നത് എന്നും മനസ്സിൽ പറഞ്ഞവൻ ടവൽ ഇറക്കി പിടിച്ചു എഴുന്നേറ്റിരുന്നു. ഡി, ആ കണ്ണടച്ച് പിടിച്ചേ, ഞാനിതൊന്ന് ശരിക്കും കൊടുത്തോട്ടെ, അവളെ നോക്കി പല്ലിറമിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ അന്നേരം മുഖം തിരിഞ്ഞു നിന്നതും എങ്ങനെയൊക്കെയോ ടവൽ ചുറ്റി അവൻ എഴുന്നേറ്റ് നിന്ന് അവളെ നോക്കി പേടിപ്പിച്ചു. ഡി പോത്തെ, എന്തുദ്ദേശത്തിലാണ് നീ എൻ്റെ പാൻറ് ഊരിയെടുത്തത്?
അതിനകത്ത് ഞാൻ ഒന്നും ഇട്ടില്ലായിരുന്നെങ്കിലോ? അതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഊരിയത്. അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. അവളുടെ ആ പറച്ചിൽ കേട്ട് അവൻ വാ പൊളിച്ചു നിന്നു. നിന്റെ ബോക്സർ പാൻറ്റിന് മേലെ കയറി പോന്നിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ഞാൻ നിന്റെ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ക്രിഷ് ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. നീ ഇതേ പറയുള്ളൂന്ന് എനിക്കറിയാം, എന്നാലേ എനിക്ക് നല്ല കുഴപ്പമുണ്ട്. പിന്നെ എന്ത് കാണാനാണ് എൻ്റെ പാൻറ് ഒരു കൈ പിടിച്ച് നിൽക്കുന്നത്? ക്രിഷ് തിരിച്ചു ചോദിച്ചു. അതൊന്നുമില്ല, നീ പോയ ക്രിഷ്. എൻ്റെ പാൻറ് തന്നാൽ പൊയ്ക്കോളാം. തരാൻ സൗകര്യമില്ല, ഞാനത് എപ്പോഴും തിന്നാൻ പോവാം. അവനെ പിടിച്ച് പുറത്താക്കിക്കൊണ്ട് അവൾ ഡോർ അടക്കാനൊരുങ്ങി. അതിനിടയിൽ ക്രിഷ് ഡോറിൻ്റെ ഇടയിൽ കയറി നിന്നു. എൻ്റെ നന്ദൂട്ടാ, നീ എന്താ ഇങ്ങനെ? നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. നിൻ്റെ ബ്ലഡ് എൻ്റെ പാൻറ്റിൽ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോണില്ല. നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? നമ്മൾ ഒരേ ഉയിരും ഉടലുമായി ജീവിക്കേണ്ടവരാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ചൊരു ജീവിതം എപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു. എന്നൊരു അന്യനായി കാണുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. തൻ്റെ പ്രവൃത്തി അവൻ ഹേർട്ടായെന്ന് അവൻ്റെ വാക്കുകളിൽ കൂടി അവൾക്ക് മനസ്സിലായി. വിദ്യാർത്ഥികൾ സമരം പ്രഖ്യാപിച്ചതോടെ കുറച്ചു നാളത്തേക്ക് കോളേജ് അടച്ചുപൂട്ടി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് വിരാജിനെ കോടതിയിൽ ഹാജരാക്കും. ജസ്റ്റിസ് ഫോർ തേജ എന്ന ബോർഡും പിടിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോടതി മുറ്റത്ത് പ്രതിഷേധം അറിയിക്കാനെത്തിയിട്ടുണ്ട്. കൂടെ തന്നെ പോലീസിൻ്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, തേജ വധക്കേസിലെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുക, വിരാജിന് ജാമ്യം അനുവദിക്കുക എന്ന മുദ്രാവാക്യവുമായി മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. ഒരു ഭാഗത്ത് ക്രിഷ്, ആഡിസ്, അലോക്, ദിവിൻ, ധ്യാൻ, ഈ 5 പേരും ഡേവിഡ് ജോണിൻ്റെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൃഷ്ണ നോട്ടം വണ്ടിയിലിരിക്കുന്ന നന്ദയിലേക്ക് നീണ്ടു. ഡേവിഡ് ജോണിൻ്റെ വണ്ടി കോടതി മുറ്റത്ത് നിർത്തിയതിന് പിന്നാലെയാണ് വിരാജിനെയും കൊണ്ട് പോലീസുകാർ കോടതി പരിസരത്തേക്ക് വരുന്നത്. വിരാജിൻ്റെ വരവോടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി. അവരകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ പോലീസുകാർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വിരാജിനെയും കൊണ്ട് പോലീസുകാർ കോടതി മുറിയിലേക്ക് നടന്നപ്പോൾ ഡേവിഡ് ആഡിസിനോടും അലോകിനോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ക്രിഷ് വണ്ടിക്കരികിലേക്ക് നടന്നു. നന്ദ, വാ, ഇറങ്ങ്. സീറ്റിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടക്കുന്ന നന്ദയെ തട്ടി വിളിച്ചുകൊണ്ട് ക്രിഷ് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു. നന്ദ, ആരും ഓക്കെ? അവളുടെ കവളിൽ കൈവച്ച് ക്രിഷ് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ കൈക്ക് മേലെ തൻ്റെ കൈ ചേർത്ത് വെച്ചു ചിരിക്കാൻ ശ്രമിച്ചു. കൃഷിൻ്റെ കൂടെ കോടതി മുറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ നന്ദ അവൻ്റെ കൈ മുറുക്കി പിടിച്ചു.